കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ഒരു വാച്ച് വാങ്ങാമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അന്ന് അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്കൊരു വാച്ച് വാങ്ങണമെങ്കിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണം. അത് ഏത് വാച്ചാണെന്ന് നിങ്ങൾക്കറിയോ? ആ വാച്ചാണ് ബ്രൈറ്റ്ലിങ്ങിൻ്റെ ഒരു പ്രൊഫഷണൽ സീരീസിൽ പെട്ട എമർജൻസി എന്ന് പറഞ്ഞ വാച്ച്. 1884 ലിയോൺ ബ്രൈറ്റ്ലിംഗ് ആണ് ഈ കമ്പനി സ്ഥാപിക്കുന്നത്. ഈ വാച്ച് സിവിൽ ഏവിയേഷൻ ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ട്രാൻസ്മിറ്ററോട് കൂടിയിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആക്ടിവേറ്റ് ചെയ്ത ഈ റേഡിയോ ട്രാൻസ്മിറ്റർ ഒരു എമർജൻസി ബീക്കൺ പുറപ്പെടുവിക്കും 121.5 മെഗാഹെർട്സിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പല സാറ്റലൈറ്റുകൾക്കും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അത് ഘടിപ്പിച്ചിട്ടുള്ള ഹെലികോപ്റ്ററുകൾക്കോ അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾക്കോ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുവഴി ഇത് ആക്ടിവേറ്റ് ചെയ്ത ആളെ അവർ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകും. ഇതാണ് ഈ വാച്ചിന്റെ ഒരു പർപ്പസ്. ഇതൊരു ടൂൾ വാച്ചാണ് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്നത്. എക്സ്പ്ലോറേഴ്സും അതേപോലെ മൗണ്ടനേഴ്സും ഇങ്ങനെ പല അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ ഇത് റിലീസ് ചെയ്യുന്ന സമയങ്ങളിൽ ഏവിയേഷനോ അങ്ങനെ അല്ലെങ്കിൽ ഈ പ്രൊഫഷണലുകൾക്കൊക്കെയാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ ഇത് സിവിലിയൻസിനും വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനൊരു കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അതായത് ഇത് അനാവശ്യമായി നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ആക്ടിവേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് പറഞ്ഞു വരും. അപ്പോൾ അതിന്റെ ചിലവൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ബട്ട് ഇതൊരു എമർജൻസി ഘട്ടത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ പൈസ വാങ്ങില്ല എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഒരു ടെക്നിക്കൽ വശം നോക്കി കഴിഞ്ഞാൽ ഇത് 121.5 മെഗാഹെർട്സിലുള്ള ഒരു ഫ്രീക്വൻസി പുറപ്പെടുവിക്കുന്നു പറഞ്ഞില്ലേ, അത് കോസ്പാസ് സാർസാറ്റ് എന്നൊക്കെ പറഞ്ഞ പല സാറ്റലൈറ്റ്സ് റഷ്യക്കാരുടെയും US-ന്റെയും ഒക്കെ അത് ട്രാക്ക് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട അവർ ഈ റെസ്ക്യൂ സെന്ററിലേക്ക് ഇൻഫോം ചെയ്യും. അവർ വരും, നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. ഈ 121.5 മെഗാഹെർട്സ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി സാറ്റലൈറ്റുകളൊന്നും ഒരു പർട്ടിക്കുലർ പീരീഡിന് ശേഷം, അത് 2009 ശേഷം ട്രാക്ക് ചെയ്യില്ല എന്നുള്ള ഒരു നിലപാടെടുത്തു. അപ്പോൾ ഇവർ എമർജൻസി 2 എന്ന് പറഞ്ഞ ഒരു വാച്ച് ഇറക്കി. അത് 406.04 മെഗാഹെർട്സിലുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഈ വാച്ചിൽ ഡ്യുവൽ ഫ്രീക്വൻസി പുറപ്പെടുവിക്കാൻ പറ്റും ഇതിന്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഫ്ലൈറ്റിൽ ഇപ്പോൾ ആ ഫ്രീക്വൻസി 121.5 ട്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും യൂസ്ഫുൾ ആകും. ഈ 406 എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ഫ്രീക്വൻസി സാറ്റലൈറ്റും ട്രാക്ക് ചെയ്യും. അതുകൊണ്ട് ഡ്യുവൽ ഫ്രീക്വൻസിയാണ് ഇപ്പോൾ വരുന്ന വാച്ചിലുള്ളത്. പല ഓൺലൈൻ മീഡിയയിലും ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു ന്യൂസാണ് ഇത് നമ്മളെപ്പോഴെങ്കിലും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ്ലിംഗ് പുതിയ വാച്ച് തരുന്നത്. പക്ഷേ അതെനിക്ക് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയില്ല. എന്താ കാരണം വെച്ചാൽ ഒരു കാര്യം സത്യമാണ്, ഇത് ഒരിക്കലും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇത് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. ബ്രൈറ്റ്ലിംഗിൽ തന്നെ പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർ റീസെറ്റ് ചെയ്ത് വാച്ച് തരുമായിരിക്കും. അപ്പോൾ ഈ വാച്ചുകൾ ഉപയോഗിച്ച് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനും ഒരുപാട് റെക്കോർഡ്സുകൾ അവരുടെ കയ്യിലുണ്ട്. അതായത് റോയിറ്റേഴ്സ് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അന്റാർട്ടിക്കയിലൊക്കെ നടന്ന പല അപകടത്തിലും പെട്ട ശാസ്ത്രജ്ഞന്മാരെ ഈ വാച്ചിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് റെസ്ക്യൂ ചെയ്തത്. ഈ വാച്ച് ഉപയോഗിക്കുന്ന സെലിബ്രിറ്റീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ടോം ക്രൂസ്, ജോൺ ട്രാവോൾട്ട, അവരൊക്കെയാണ് ഇത് അവരുടെ സിനിമകളിലൊക്കെ ഈ വാച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാച്ച് ഒരു യൂസ്ഫുൾ സംഭവമാണ്. ബട്ട് ഇത് വാങ്ങുന്നതിന് മുമ്പ് കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ആ കോൺട്രാക്ട് പലതരം ടൈപ്പുകളിലുണ്ട്. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചപ്പോൾ ഇത് റീജിയണൽ വൈസിലുള്ള കോൺട്രാക്ട് ഉണ്ട്, ഇന്റർനാഷണൽ ലെവലിലുള്ള കോൺട്രാക്ട് ഉണ്ട്. ഈ കോൺട്രാക്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്യും. നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, നിങ്ങളുടെ ആക്ടിവിറ്റി ഏരിയ ഏതാണ്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുക. ബ്രൈറ്റ്ലിംഗ് 76 എന്ന് പറഞ്ഞ ഒരു കോട്സ് മൂവ്മെൻ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഫൈബർ വാട്ടർ റെസിസ്റ്റൻ്റേ ഉള്ളൂ. ഇതിന് 187 ഗ്രാം വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് ഡ്യുവൽ ടൈം കാണിക്കുന്നുണ്ട്. ഇത് കൂടാതെ ക്രോണോഗ്രാഫ് ഫംഗ്ഷൻസ് ഉണ്ട്, ബൈ ഡയറക്ഷണൽ ബേസൽസ് ഉണ്ട്, റീചാർജബിൾ ബാറ്ററി ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഇതിന്റെ മെയിൻ്റനൻസിനൊക്കെ. ഇത് റബ്ബർ സ്ട്രാപ്പ് ഉള്ളതുണ്ട്, സ്റ്റീൽ സ്ട്രാപ്പ് ഉള്ളതുണ്ട്. നമ്മൾ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളും ആര് യൂസ് ചെയ്തു എന്നും എവിടെ യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ വില പറഞ്ഞില്ലല്ലോ. ഇതിന്റെ ഒരു ബേസ് വെർഷൻ തന്നെ 13 ലക്ഷം രൂപ വില വരും. ഞാൻ ഇവിടെ അടുത്തുള്ള മാൾ ഓഫ് എമിറേറ്റ്സിലെ ഇതിന്റെ സ്ഥലത്ത് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ ടെമ്പററി സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുകയെന്ന് പറഞ്ഞു. മേ ബി ന്യൂ റിലീസ് എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതായത് അവർ വെബ്സൈറ്റിൽ കാണിക്കുന്ന മോഡൽസ് മാത്രമേ പ്രസന്റ്ലി അവൈലബിൾ ഉള്ളൂ. ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് വാങ്ങേണ്ട വാച്ചിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പുതിയതാണെന്ന് വിചാരിക്കുന്നു പലർക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലുള്ള പുതിയൊരു ന്യൂസുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.